ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല രാത്രിയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, അവനിൽ നിറഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, അതേ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് നല്ല അവസരം നൽകിയ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. സ്തുതിയോടെ, സ്തോത്രത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അധരങ്ങളെ തുറന്ന് നമ്മെ നടത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ, നമ്മോട് കൂടിയിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരുമിച്ചായിരിക്കുവാൻ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഇതിനകത്ത് കർത്താവിൻ്റെ നാമത്തിന് കീഴിൽ ഒരുമിച്ചായിരിക്കുവാൻ, ലോകരാജ്യങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമം ശ്രവിച്ചായിരിക്കുവാൻ അവസരം തന്ന കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയപ്പ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഒപ്പമായിരിക്കുന്ന, ലൈവിൽ ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒപ്പം പ്രഷർ ഫാമിലിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും ഓർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന ഈ വൈകിയ വേളയിലെ പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോഴും നിറഞ്ഞ കണ്ണുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. തകർന്ന ഹൃദയങ്ങളോടെ ഒത്തിരി പേർ എനിക്കൊപ്പം ആയിരിക്കുന്നുണ്ട്, അതെനിക്കറിയാം. എങ്കിലും സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ അനുവദിക്കാത്തൊരു കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തേ ഇല്ല. 2024 നീ പ്രതീക്ഷിച്ചതും, നീ ആഗ്രഹിച്ചതും, നീ സ്വപ്നം കണ്ടതും തന്ന് എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. കാരണം നിങ്ങൾ കർത്താവിനൊപ്പമായിരിക്കുന്നു. ഹല്ലേലൂയ. ഓരോ യാത്രകളും നോക്കൂ, 2000 വർഷങ്ങൾക്ക് മുമ്പ്, 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന് തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം തന്നെ സമീപിച്ച ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ. ആമേൻ. അതേ അത്ഭുതങ്ങളുടെ ആവർത്തനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളവരും ആണ്. എപ്പോഴാണ് ആ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത്? തളർന്നവർ, തകർന്നവർ, നിരാശയോടെ ആയിരുന്നവർ, വേദനപ്പെട്ടവർ, അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരിക്കൽ കടന്നു വന്നു. ആ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് അവർ മടങ്ങുമ്പോൾ അവരുടെ അന്നായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ രാത്രിയിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പമായിരിക്കുന്നു. അതേ, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥകൾക്ക് എൻ്റെ യേശു മാറ്റം വരുത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയും, ഇന്ന് ഈ രാത്രി എൻ്റെ അവസ്ഥകൾക്ക് എൻ്റെ യേശു മാറ്റം വരുത്തും. ഈ കഴിഞ്ഞ നാളുകൾ ഞാൻ കണ്ണുനീരനുഭവിച്ച, ഞാൻ വേദനിച്ച, ഞാൻ നിരാശപ്പെട്ട, ഞാൻ നിലവിളിച്ച എൻ്റെ അവസ്ഥകൾക്ക് ഇന്ന് രാത്രി എൻ്റെ യേശു മാറ്റം വരുത്തും. ഓ താങ്ക് യു ലോർഡ്. അവൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം, നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ള, നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പോയി ചത്തുകൂടെ? ഹല്ലേലൂയ. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് കേൾക്കാത്ത എത്ര പേർ ഇതിനകത്തുണ്ട്? പോയി ചത്തുകൂടെ എന്ന് ആരാണ് പറയുന്നത്? നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഒരു ലോകത്തുള്ള, ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള, ഏതെങ്കിലും ഒരു ദേശത്തുള്ള മനുഷ്യരല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നിങ്ങളെ നന്നായി അറിയുന്നവർ. പോയി ചത്തുകൂടെ? എന്തിന് നീ ഇങ്ങനെ ജീവിക്കുന്നു? സ്വയം ചോദിച്ചിട്ടില്ലേ പലപ്പോഴും? തളർന്ന്, തകർന്ന്, ഇനി എന്തിന് ജീവിക്കണം എന്ന് അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ സ്വയം ഉള്ളിൽ നിന്ന് ഉയർന്ന ചോദ്യം, ഞാനിനി എന്തിന് ജീവിക്കണം? ഞാനിനി എന്തിന് ജീവിക്കണം? കാരണം അவ்விധത്തിൽ കഷ്ടത ഏറിയ അനുഭവങ്ങളുണ്ട്, അவ்விധത്തിൽ നിങ്ങൾ കരഞ്ഞ അനുഭവങ്ങളുണ്ട്, അவ்விധത്തിൽ നിങ്ങൾ തളർന്നു പോയ അനുഭവങ്ങളുണ്ട്, അவ்விധത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. ചോദിക്കാം നമുക്കൊരു ഭക്തനോട്, അതേ, നിനക്ക് ചത്തുകൂടെ? ഇങ്ങനെ എന്തിനാണ് ഈ
കഷ്ടതയിൽ നീ ജീവിക്കുന്നത്? നോക്കൂ, യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ മഹാകഷ്ടത്തിലായിരിക്കുന്ന ഒരു ഭക്തനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ചോദ്യം ആ ഭക്തനോടായിരിക്കണം ഇന്ന് രാത്രിയിൽ. കാരണം ആ ഭക്തൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ആ ഭക്തൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് പരിതപിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ശ്രദ്ധിച്ചാട്ടെ, തീയിലും വെള്ളത്തിലുമല്ലാത്ത ജീവിതം. ആമേൻ. തീയിലും വെള്ളത്തിലുമല്ലാത്ത ജീവിതം. അല്ലെങ്കിൽ ചിലർ പറയും ചെകുത്താനും കടലിലും ഇടയിൽപ്പെട്ട് ഞാനായിരിക്കുന്നു. ആമേൻ. തീയിലും കടലിലും അല്ലാത്ത, തീയിലും വെള്ളത്തിലും അല്ലാത്ത ജീവിതം. അவ்விധത്തിൽ മഹാകഷ്ടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേര് യോന. യോന പ്രവാചകനാണ്. എന്താണ് യോനയുടെ ജീവിതത്തിലെ മഹാകഷ്ടം? അതെ, 17-ാമത്തെ വാക്യത്തിൽ യോന ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്തായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ ശ്രദ്ധിക്കണമേ, യോനയുടെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടത്തെ ഞാൻ മഹാകഷ്ടമെന്ന് പറയുവാൻ ഇഷ്ടപ്പെടുന്നത് കാരണം അതുപോലൊരു കഷ്ടം അതിനു മുമ്പോ അതിനു ശേഷമോ ആരും അനുഭവിച്ചിട്ടില്ല. അതെ, പലപ്പോഴും നിങ്ങൾ സ്വയം വിലപിക്കാറുണ്ട്, നിലവിളിക്കാറുണ്ട്, ഇതുപോലൊരു കഷ്ടം വേറെ ആരും അനുഭവിച്ചിട്ടില്ല. മക്കളെ കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് കേട്ട് അറിഞ്ഞ് തകർന്നായിരിക്കുന്നവർ നിലവിളിച്ച് പറയും, ഇതുപോലൊരവസ്ഥയിൽ ഒരമ്മയും അപ്പനും കടന്നു പോയിട്ടില്ല, ഇതുപോലൊരു കണ്ണുനീര് ഒരമ്മയ്ക്കും അപ്പനുമില്ല, ഇതുപോലൊരു നിരാശയുടെ വേദനയുടെ തീ തിന്നുന്ന അനുഭവം ഒരു പെറ്റ വയറിനും ഉണ്ടാകത്തില്ല. അതേ, അவ்விധത്തിൽ നിങ്ങൾ വിളിച്ചു പറയും, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഭർത്താവ് ആഗ്രഹിച്ചതുപോലെ ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിച്ച് മുന്നേറാതെ വരുമ്പോൾ, സ്നേഹത്തോടെ ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ, നഷ്ടപ്പെട്ടു പോകലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ, ആ വിധത്തിൽ കേൾക്കുന്ന നിങ്ങളോട് തന്നെ പറയട്ടെ, അതെ, നിങ്ങൾ വിളിച്ചു പറയും, ഇതുപോലൊരു കഷ്ടം ആരും അനുഭവിച്ചിട്ടില്ല. നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ട് സ്നേഹത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത, സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത ഇതുപോലൊരു കഷ്ടം വേറെ ആരും അനുഭവിച്ചിട്ടില്ല. നല്ലൊരു ഭാര്യ ഉണ്ടായിട്ട് അവൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്തൊരു കഷ്ടം. സഹോദര, നീ നിലവിളിയോടെ കണ്ണുനീരോടെ ഈ രാത്രിയിലുമായിരിക്കുക. എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് കേൾക്ക്. ആ കഷ്ടത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുന്നു. അതെ, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ മഹാകഷ്ടത്തിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ. മഹാകഷ്ടം ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആരുടെ ജീവിതത്തിലും വന്നിട്ടില്ല, ആരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്ന കഷ്ടം, അത് രോഗമായിരിക്കാം, കടമായിരിക്കാം, ഇങ്ങനെ പല നിലകളിലായിരിക്കാം ആ കഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, ആരും ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അടിയിൽ പോയാൽ എത്ര സമയം ജീവിക്കും? ഹല്ലേലൂയ, ആമേൻ. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റ് ജീവിച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ പോകട്ടെ, ഒരു 5 മണിക്കൂർ, അതൊന്നും നടക്കത്തില്ല. ആമേൻ. 1 അല്ല, 2 അല്ല, 3 ദിവസം ഒരു മനുഷ്യൻ ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ജീവനോടെ ആയിരിക്കുന്നു. എന്തുകൊണ്ട് മരിച്ചില്ല? ആമേൻ. ഒത്തിരി പേർ മരിച്ചു പോയല്ലോ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന അതേ കഷ്ടതയിലായിരിക്കുന്ന ഒത്തിരി പേർ മരിച്ചു പോയല്ലോ. ഞാൻ ഇതേ ചോദ്യം ഏകദേശം 4 മാസത്തിന് മുമ്പ് എന്നെ വിളിച്ച് വളരെ സങ്കടത്തോടെ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞ സഹോദരിയോട് അറിയാതെ ചോദിച്ചു പോയി. നമ്മുടെ ഇവിടെ തന്നെ ഒരു മരണ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലെത്തി വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സഹോദരൻ മരിച്ചത് തനിക്ക് ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് കടമുണ്ടായിരുന്നു. ഒരു സഹോദരി വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, 2 കോടി രൂപയ്ക്ക് മുകളിൽ കടമായി, ദേവദാസനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അറിയാതെ ആ സഹോദരിയോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ മരിച്ചില്ല? ആമേൻ. 10 ലക്ഷം രൂപ കടം വന്നവൻ മരിച്ചു. അപ്പോൾ 2 കോടി രൂപ, അതിൻ്റെ 20 മടങ്ങ് കടമുള്ള നിങ്ങൾ എന്തുകൊണ്ട് മരിച്ചില്ല? ആമേൻ. ഞാൻ പെട്ടെന്ന് ആ ചോദ്യത്തെ ചോദിച്ചു പോയി. അതിനെ മാറ്റുവാൻ വേണ്ടി പലവരും ശ്രമിച്ചു. എങ്കിലും ആ സഹോദരിക്ക് മനസ്സിലായി, അവർ വിചാരിച്ചു കാണാം കളിയാക്കുകയാണെന്ന്. അതിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയി. ഉത്തരവും എനിക്ക് കിട്ടി. യോനയോട് ചോദിക്കുക, എന്തുകൊണ്ട് മരിച്ചില്ല? ആ അധ്യായം അവസാനിക്കുന്നിടത്ത്, യോനയുടെ പുസ്തകം അവസാനിക്കുന്നിടത്ത് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 1,20,000 ചില്ലുവാനം പേർ യോനയിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ഉണ്ടായിരുന്നത് കൊണ്ട് മഹാകഷ്ടത്തിലും യോന
മരിച്ചു പോയില്ല. അങ്ങനെയെങ്കിൽ ഇതിനകത്തായിരിക്കുന്ന മരിച്ചു പോകാതെ, ഇന്നും മരിച്ചു പോകാതെ നീ എന്തിന് ജീവിക്കുന്നു? ഇങ്ങനെ ഒരു ജീവിതം നിനക്കുള്ളത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനമെന്ന് സ്വയം ചോദിച്ചും മറ്റുള്ളവർ ചോദിച്ചും കേട്ട് നിരാശയോടെ ആയിരിക്കുന്ന നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്നിലൂടെ ഒത്തിരി പേർ വിടിവിക്കപ്പെടുവാനുണ്ട്, നിന്നിലൂടെ ഒത്തിരി പേർ രക്ഷപ്പെടുവാനുണ്ട്, നിന്നിലൂടെ ഒത്തിരി പേർ കർത്താവിനെ അറിയുവാനുണ്ട്, നിന്നിലൂടെ ഈ ദേശം വീണ്ടെടുക്കപ്പെടുവാനുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടത്തിലും നീയായി ചാകുന്നില്ല, അല്ലെങ്കിൽ നീ ചത്തുപോകുന്നില്ല. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും നിങ്ങൾ അനുഭവിച്ച അതേ കഷ്ടതയിലായിരിക്കുന്ന ഒത്തിരി പേർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടിട്ടും നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ, സഹോദരി നീ ചത്തൊടുങ്ങി പോയിട്ടില്ലെങ്കിൽ, നിന്നിലൂടെ എൻ്റെ കർത്താവിന് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട്. ഓ താങ്ക് യു ലോർഡ്. മാതാവേ, പിതാവേ, നീ മരിച്ചു പോയില്ലെങ്കിൽ അത് നിന്നിലൂടെ ചിലതിനെ എൻ്റെ കർത്താവിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട്. ആ വലിയ അപകടത്തിലും നീ തീർന്നു പോയില്ലെങ്കിൽ അതേ നിന്നിലൂടെ എൻ്റെ കർത്താവിനെ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കർത്താവ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാ, യോനേ ഒന്നും അറിയാത്ത, ആമേൻ, 1,20,000 ചില്ലുവാനം പേർ, മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും, ഒന്നും അറിയാത്തവരെന്നാ കർത്താവ് പറയുന്നത്. അവന്മാരെ പോലെ കുഴപ്പക്കാര് മനുഷ്യന്റെ ദൃഷ്ടിയിൽ വേറെ ഇല്ല. ആമേൻ. നിനവയിലുള്ളവർ കൊള്ളക്കാരാണ്, നിനവയിലുള്ളവർ കള്ളന്മാരാണ്, നിനവയിലുള്ളവർ പിടിച്ചുപറിക്കാരാണ്, അങ്ങനെ പ്രശ്നക്കാരാണ്. ആ പ്രശ്നക്കാരായവരെ നോക്കിയിട്ട് ദൈവം പറയുക, ഒന്നും അറിയാത്ത പാവങ്ങൾ, ഒന്നും അറിയാത്ത പാവങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും നിങ്ങൾക്കാണ് പ്രശ്നക്കാർ. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾ കാണുന്ന പലരും നിങ്ങൾക്കാണ് പ്രശ്നക്കാർ. എൻ്റെ ദൈവത്തിന് അവർ പ്രശ്നക്കാരല്ല, അവർ ഒന്നും അറിയാത്തവർ. അവരെ കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. അതെ, അവരെ കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കേണ്ട നീ ചത്തൊടുങ്ങി പോകാതെ ഈ 2023 അവസാന ദിവസവും ശേഷിച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് നിന്റെ തലമുറയെ കുറിച്ച് വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്റെ ദേശത്തെ കുറിച്ച് വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് സഭയെ കുറിച്ച് വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്റെ ഭർത്താവിനെ കുറിച്ച് വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്റെ ഭാര്യയെ കുറിച്ച് ഓ റാഥാനാ ഷാഖ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്കാണ് അവർ വില്ലന്മാർ. എൻ്റെ ദൈവം പറയുക, അയ്യോ പാവമാണ്. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. അതുകൊണ്ട് ആ ചോദ്യം കേട്ടിട്ടുള്ള നിങ്ങൾ ഈ 2023 അവസാന മണിക്കൂറുകളിലും ജീവനോടെ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്കണമേ, ഒരു പട്ടണം വിടുവിക്കപ്പെടേണ്ടതുണ്ട്. സ്തോത്രം. ഇന്ന് ഈ സ്തോത്രം ഹാളിനകത്തായിരിക്കുമ്പോൾ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും ഈ പട്ടണത്തിൻ്റെ വിടുതൽ ദൈവം കണ്ടിട്ടുണ്ട്. നീ ചത്തുപോകാത്തത് അതുകൊണ്ടാ. ആമേൻ. നീ എഴുതി വെച്ച കുറിപ്പ് ചുരുട്ടിക്കൂട്ടി കളഞ്ഞത് അതുകൊണ്ടാ. ആമേൻ. അതുകൊണ്ടാ എലിവിഷം മായ്ച്ചു വെച്ചിട്ടും അത് കഴിക്കാതെ, അതിൻ്റെ ടേസ്റ്റ് അറിയാതെ പലരും കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ നീ നേരത്തെ പോയനെ. നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വേറൊരു ഉദ്ദേശവുമില്ല എങ്കിൽ നീ നേരത്തെ പോയനെ. നീ നേരത്തെ പോകാത്തത് കൊണ്ട് എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ദേശത്തിൽ നിന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നിന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വിധത്തിൽ ആ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി നമുക്ക് മാറുവാൻ കഴിയും. ഇന്ന് പകലിലും നമ്മൾ കേട്ടു, വർധനവിനെ കുറിച്ച് കേട്ടു. താനെ കിളിർത്ത് വരുന്നത് ഭക്തൻ ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, തൃപ്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് കേട്ടു. അതെ, ഈ ആണ്ട്, അതെ ഈ വർഷം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നിങ്ങളെ അടയാളപ്പെടുത്തുമെന്നും കേട്ടു. എவ்விധത്തിൽ ആ വർധനവിൻ്റെതായ അനുഭവം, ആ അടയാളപ്പെടുത്തലിൻ്റെതായ അനുഭവം ഒരു ഭക്തൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയും. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വന്നാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഒരു നിമിഷം കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ വർഷത്തിൻ്റെ അവസാനം, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പാ, ഇന്ന് എന്നോട് സംസാരിക്കണമേ. അപ്പാ,
ഇന്ന് അങ്ങയുടെ ശബ്ദം ഞാൻ അനുഭവിച്ചറിയണമേ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ആ ശബ്ദം, ഓ റാഥാന ഷഖറത്തിനെ ഷന്തൂർഗന, കന്യാവനങ്ങളെ തോലുരിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ ചലിപ്പിക്കുമാറാകുന്ന ശബ്ദം ഈ രാത്രി ഞാൻ കേൾക്കണമേ. ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറുവാൻ, കന്യാവനങ്ങൾ തോലുരിയുന്ന അനുഭവം വെളിപ്പെടുവാൻ, മൂടപ്പെട്ടു പോയത് പുറത്തു വരുവാൻ ഈ രാത്രി അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കടന്നു വന്നായിരിക്കുന്നവർ അതേ ആ ശബ്ദം കേട്ട് പ്രാപിച്ചവരായി 2024 പ്രവേശിക്കുവാൻ പോകുന്നു. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആ വാക്യം വായിക്കട്ടെ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. അതിന് അവനോട്, ഒരു മനുഷ്യൻ പറയുകയാണ്, നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യം ആകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ലോകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിരത്തി വെച്ച് നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് പറഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ യാചിക്കുമ്പോൾ അവർ പറയുന്നൊരു മറുപടിയാണ്, നീ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ആമേൻ. നിന്റെ ആവശ്യം വലുതാണ്, ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് അത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ എൻ്റെ ദൈവത്തിന് അത് നിസാര കാര്യമത്രേ. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആശ്രയിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലർക്കും പ്രയാസമുള്ള കാര്യം 2023 നിങ്ങളുടെ മുഖത്ത് നോക്കി പലരും പറഞ്ഞത്, അതെ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്, ഞങ്ങൾക്കിത് പ്രയാസമുള്ള കാര്യമാണ്, ഞങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിയത്. അവർ സഹായിച്ച, അവർ ഒപ്പം നിന്നാൽ, അവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ, അവിടെ അവർ വന്നാൽ, അവനോട് അവർ സംസാരിച്ചാൽ, ഓ താങ്ക് യു ലോർഡ്. എൻ്റെ വീട്ടിൽ അവർ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾക്കൊപ്പം നിന്നാൽ, അതെ 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 നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവർ പറഞ്ഞു, നീ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്, നിങ്ങൾ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഭർത്താവിന് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾ ചോദിക്കുന്നത് ഒരുപക്ഷെ പ്രയാസമുള്ള കാര്യമായിരിക്കാം. നിങ്ങൾക്കത് ചെയ്തു തരുവാൻ, അതെ സഹോദര, നീ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്റെ ഭാര്യയോട് ചോദിക്കുന്നത്, അതെ നിന്റെ ആഗ്രഹം പോലെ നിവർത്തിച്ചു തരുവാൻ അവൾക്കത് പ്രയാസമുള്ള കാര്യമായിരിക്കാം. നിന്റെ മക്കളിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് നിനക്ക് തരുവാൻ അവർക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കാം. നിന്റെ ബന്ധുക്കളിൽ നിന്ന്, നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ തൊഴിലിടത്തിൽ നിന്ന്, നീ പരിചയപ്പെട്ടവരിൽ നിന്ന്, നിന്റെ സഭയിൽ നിന്ന്, കൂട്ടു സഹോദരങ്ങളിൽ നിന്ന്, കൂട്ടുവിശ്വാസികളിൽ നിന്ന് അത് കിട്ടുവാൻ പ്രയാസമുള്ളതായിരിക്കാം നീ ചോദിക്കുന്നത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, തിരിച്ചറിയ, മനുഷ്യന് അത് പ്രയാസമായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിന് അത് നിസാരമത്രേ. ഹല്ലേലൂയ. ഈ 2023 അവസാന മിനിറ്റുകളിൽ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, മനുഷ്യന് പ്രയാസമുള്ളത് എൻ്റെ ദൈവത്തിന് നിസ്സാര കാര്യമത്രേ. പ്രയാസമെന്ന് മനുഷ്യൻ പറഞ്ഞത് നിസ്സാരമായി എൻ്റെ ദൈവം നിവർത്തിച്ചു തരുവാൻ പോകുക. ആമേൻ. പലരും പറഞ്ഞു പ്രയാസം അത് നടക്കത്തില്ല, പലരും പറഞ്ഞു അത് വിട്ടുകളാ, അതേക്കുറിച്ച് ചിന്തിക്കണ്ട, നീ അതേക്കുറിച്ച് ആലോചിക്കണ്ട, നീ അതിൻ്റെ പിന്നാൽ, ഓ റാഥാന ഷഖാറാത്തരെ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രയാസമെന്ന് പറഞ്ഞ്, പലരും പ്രയാസമെന്ന് പറഞ്ഞ് വിട്ടുകളയുവാൻ പറഞ്ഞതിനെ എൻ്റെ യേശു നിവർത്തിച്ചു തരിക. യെസ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രയാസമുള്ള കാര്യമെങ്കിലും ചോദിച്ചതും കേട്ടതും ഭക്തന്മാർ ആയതുകൊണ്ട്, എലീശായും ഏലിയാവുമാണ് അവിടുത്തെ ഭക്തന്മാർ. ചോദിച്ചത് എലീശയാണ്, ചോദ്യം കേട്ടത് ഏലിയാവാണ്. അവർ ഭക്തരായതുകൊണ്ട് തന്നെ അങ്ങ് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തുന്നില്ല. പിന്നെ ഈ വിധത്തിൽ പറയുന്നു, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ എന്നെ കാണുന്നു എങ്കിൽ. എന്താണ് ഈ ഭക്തൻ ആവശ്യപ്പെട്ട പ്രയാസമുള്ള കാര്യം? അഥവാ എലീശ എന്ന ഭക്തൻ എലിയാവിനോട് ആവശ്യപ്പെട്ട പ്രയാസമുള്ള കാര്യം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം തന്നെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് അതവിടെ വായിച്ച് മനസ്സിലാക്കുവാനായി കഴിയും. ഇരട്ടി പങ്ക്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഇരട്ടി പങ്ക്. ആമേൻ. ഏലിയാവിൽ നിന്ന് എലീശ പ്രതീക്ഷിക്കുന്നത്, ഏലിയാവിനോട് എലീശ പറയുക, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആമേൻ. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വേണ്ട, അതിൻ്റെ ഇരട്ടി എനിക്ക് വേണം. ഹല്ലേലൂയ. അതിൻ്റെ ഇരട്ടി എനിക്ക് വേണം. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ രാത്രി 2023 അവസാന സമയങ്ങളിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ചെറുതൊന്നും നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്.
ഇരട്ടി ചോദിക്കണം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരട്ടി ചോദിക്കണം. നിങ്ങൾ കണ്ടു കൊതിക്കുന്നതിൻ്റെ ഇരട്ടി ചോദിക്കണം. എന്തെങ്കിലും താ കർത്താവേ, അല്ല. എന്തെങ്കിലും വേണം കർത്താവേ, അല്ല. ഇരട്ടി ചോദിക്ക്, ഇരട്ടി ചോദിക്ക്. അഭിഷേകത്തിന്റെ ഇരട്ടി താ കർത്താവേ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഇരട്ടി താ കർത്താവേ, ആത്മീയ ജീവിതത്തിന്റെ ഇരട്ടി പങ്കിന്റെ വർധനവന്റെ മേൽ പകര് കർത്താവേ, കൃപയിൽ ഇരട്ടിയുടെ അഭിഷേകത്തിൽ ഇരട്ടിയുടെ വർധനവ്. ഹല്ലേലൂയ, ആമേൻ. അത് ഒരു ഔദാര്യമല്ല. ആമേൻ. ഇരട്ടി പങ്ക് ഒരു ഔദാര്യമല്ല. ആവർത്തിച്ച് എലീശ ചോദിക്കുക. രാജാക്കന്മാരുടെ തന്നെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ 2:4 2:6 യഹോവയാണേ, നിന്നാണേ ഞാൻ നിന്നെ വിടുകയില്ല, ഇരട്ടി കിട്ടിയിട്ടല്ലാതെ. സ്തോത്രം. നീ പോകുന്നതോ വരുന്നതോ ഒന്നും എൻ്റെ വിഷയമല്ല, പക്ഷെ എനിക്ക് ഇരട്ടി കിട്ടണം. എനിക്ക് ഇരട്ടി കിട്ടുന്നത് വരെ, ആമേൻ, ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, ഏലിയാവേ നിന്റെ വാക്ക് കേട്ട് ഞാൻ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നീ എവിടെ പോകുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, ഇരട്ടി എനിക്ക് കിട്ടണം. നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഇരട്ടി പങ്കിൽ കുറഞ്ഞതൊന്നുകൊണ്ടും നിങ്ങൾ തൃപ്തരാകരുത്. അതെ, ആ ഇരട്ടി അഭിഷേകത്തിൽ കുറഞ്ഞത് ഒന്നുകൊണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കാരണം പ്രിയരേ, എലീശ ചെയ്യേണ്ട കാര്യങ്ങൾ ഇരട്ടിയിൽ കുറഞ്ഞതൊന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വിളികെട്ടിറങ്ങി നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇരട്ടി പങ്കിൻ്റെ അഭിഷേകത്തിൽ കുറഞ്ഞതൊന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. സാധാ അഭിഷേകം കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. സാധാ കൃപ കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇരട്ടി കൊണ്ടല്ലാതെ നിന്റെ മുൻപിലുള്ള ശത്രുവിനെ നിനക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനെ നിനക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി അതെ എഴുന്നേൽക്കുന്ന ആ ശത്രുവിനെ ജയിക്കുവാൻ. ഹല്ലേലൂയ. പ്രിയരെ, കാലം മാറുന്നതിനനുസരിച്ച് വിശ്വാസിയുടെ കോലം മാറും, പക്ഷേ ശത്രുവിൻ്റെ വളർച്ചയാണ്. ആമേൻ, ഹല്ലേലൂയ. 2023 കൃപ പോരാ, 2024 പിടിച്ചു നിൽക്കണമെങ്കിൽ. 2023 അഭിഷേകം പോരാ, 2024 പിടിച്ചു നിൽക്കണമെങ്കിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ശത്രു പ്രബലനാണ്. നിനക്ക് വിരോധമായി നിൽക്കുന്നവൻ, ദേശത്തിൽ എഴുന്നു നിൽക്കുന്നവൻ, തലമുറകൾക്ക് വിരോധമായി നിൽക്കുന്നവൻ, തൊഴിലിന് വിരോധമായി നിൽക്കുന്നവർ, നന്മകൾക്ക് വിരോധമായി നിൽക്കുന്നവൻ, അതേ ശത്രു പ്രബലനാണ്. ഹല്ലേലൂയ. ഈ അഭിഷേകം പോരാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അഭിഷേകം പോരാ. ഇരട്ടി പങ്ക് ഇന്ന് രാത്രി നീ ആവശ്യപ്പെടുമെങ്കിൽ അതെ, അത് നിന്റെ അവകാശമാണ്. അത് ഔദാര്യമല്ല. ആ ഇരട്ടി പങ്ക് നിന്റെ അവകാശമാണ്. ആ അവകാശത്തെ ഇന്ന് രാത്രിയിലും പകർന്നു തരുന്ന ഒരു ദൈവം ചിലരുടെ മേൽ ആ ഇരട്ടി പങ്കിന് യേശുവിൻ നാമത്തിൽ പ്രാപിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ആ ഇരട്ടി പങ്ക് യേശുവിൻ നാമത്തിൽ. നീ കണ്ട ശുശ്രൂഷയല്ല, നീ മനസ്സിലാക്കിയ ശുശ്രൂഷയല്ല, നീ കേട്ട ശുശ്രൂഷയല്ല, ഇന്നലകൾ നീ ചെയ്ത ശുശ്രൂഷയല്ല, അതിലും വലുത് 2024 ചെയ്യുവാൻ. യേശുവിൻ നാമത്തിൽ 2024 നീ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ, 2024 നീ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥന, 2024 ഇന്ന് വരെ നീ ശാസിച്ചിട്ടില്ലാത്തതുപോലെ നീ പിശാചിനെ ശാസിക്കുവാൻ പോകുക, നീ ഭൂതത്തെ ശാസിക്കുവാൻ പോകുക. ഇളകിയാടുന്ന ചിലത് നിന്നെ കണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇരട്ടി കൊണ്ടല്ലാതെ 2024 ആ നിറവ് നിന്നിലേക്ക് എത്തപ്പെടത്തേയില്ല. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അത് അവകാശമാ. നോക്കൂ, കൂടെ നടക്കുന്നവൻ്റെ, ആരുടെ? 1-ാം അധ്യായം 1-ാമത്തെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം 19:20 സ്തോത്രം. ഏലിയാവ് ആ ഇരട്ടിയുടെ അനുഭവം ചോദിച്ച വ്യക്തിയോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു.
ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എലീശ എന്ത് ഓർക്കണമെന്നാണ് ഏലിയാവ് ആഗ്രഹിച്ചത്? ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്ക് സമയം തീരെ കുറവാണ്, അതുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏലിയാവ് എലീശായെ വിളിക്കുന്ന സമയത്ത് വിളികേട്ട് ഇറങ്ങിയവൻ തൻ്റെ കൺമുമ്പിൽ വെച്ചാണ് അവൻ്റെ കാളയെ കൊന്നത്, കോപ്പ് കൊണ്ട് അതിനെ വേവിച്ചു പാകം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തൻ്റെ അമ്മയപ്പന്മാരോട് വിശേഷം അന്വേഷിച്ച് അവരോട് അനുവാദം വാങ്ങി അവരെ ചുംബിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഏലിയാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഞാൻ നിനക്കെന്ത് ചെയ്തിരിക്കുന്നു, അഥവാ ഞാൻ നിനക്ക് എന്ത് ചെയ്തില്ല എന്നുള്ള കാര്യം നീ ഓർക്കണം. ആമേൻ, ഹല്ലേലൂയ. ഈ ഏലിയാവിന് മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി അത് കൊതിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കി എലീശായെ മാറ്റിയത് ഈ ചോദ്യത്തിന് താൻ കണ്ടെത്തിയ ഉത്തരവായിരിക്കണം. ആമേൻ. അന്ന് ഏലിയാവ് മാത്രമല്ല കേട്ടോ പ്രവാചകന്മാർ ഇഷ്ടം പോലെ പേരുണ്ട്. ഏലിയാവ് ആ കാളയെ ചോദിച്ചില്ല, ഏലിയാവ് കൃഷിഭൂമി ചോദിച്ചില്ല, ഏലിയാവ് വീട്ടിലുള്ള എന്തെങ്കിലും ചോദിച്ചില്ല. ഏലിയാവ് ചോദിച്ചത് ഒരൊറ്റ കാര്യമുള്ളൂ, നീ എൻ്റെ കൂട്ടത്ത് വാ. ആമേൻ, നിന്നെ എനിക്ക് വേണം. ഓ താങ്ക് യു ലോർഡ്, നിന്നെ എനിക്ക് വേണം. ഏലിയാവിന് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, നിന്നെ എനിക്ക് വേണം. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ആവശ്യം ഒരൊറ്റ കാര്യം മാത്രമാ, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നിങ്ങളുടെ എന്തെങ്കിലും കണ്ടിട്ടല്ല, എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. കാരണം അതേ സ്തോത്രം, ആ ചൂരച്ചെടിയുടെ തണലിൽ മരണം കാത്ത് കിടക്കുമ്പോൾ ഇനി മരിച്ചാൽ മതിയെന്ന് നിലവിളിക്കുന്ന സമയത്ത് വെള്ളവും കനലിൽ ചുട്ട അടയും നൽകി ദൈവത്തിന്റെ ദൂതനെ അയച്ച് അതേ സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്തതിനപ്പുറം ചെയ്യുവാൻ ചിലരെ നീ പുറത്തു കൊണ്ട് വന്നിട്ട് നീ വിശ്രമിച്ചാൽ മതി. അതുവരെ നിനക്ക് ഞാൻ വിശ്രമം തരത്തില്ല. അതുവരെ സ്വർഗീയ രഥത്തിൽ കയറി നീ എൻ്റെ അടുത്ത് വരണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ഭക്തന്റെ ഒരേ ഒരു ആഗ്രഹം, ഇരട്ടി അഭിഷേകമുള്ളവൻ എഴുന്നേറ്റ് വരണം. ആമേൻ. ഇരട്ടി പ്രയോജനപ്പെടുന്നവൻ എഴുന്നേറ്റ് വരണം. ഇരട്ടി അധികാരമുള്ളവൻ എഴുന്നേറ്റ് വരണം. ഇരട്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ, ആമേൻ. ഈ രാത്രിയിലും സത്യമായി പറയട്ടെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. സ്തോത്രം. ജിത്ത് നിൽക്കുമ്പോൾ, റജി ബ്രദർ ഞങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ, ആരൊക്കെ ഞങ്ങൾക്കൊപ്പം വരുമ്പോഴും ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതാ, ഇവർ ഞങ്ങളെക്കാൾ ഇരട്ടി ശക്തിയോടെ നിൽക്കണം. ആമേൻ. ഇവർ ഞങ്ങളെക്കാൾ അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഇവർ ഞങ്ങളെക്കാൾ അധികം, കാരണം എല്ലാ മനുഷ്യർക്കും പരിമിതിയുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷെ ലോകത്തിലെ മനുഷ്യനത് സമ്മതിക്കത്തില്ല. അവൻ പറയും ഞാൻ തന്നെ എല്ലാം ചെയ്യും. ഇന്ത്യയിൽ നിൽക്കുമ്പം പറയും ഞാൻ തന്നെ അമേരിക്കയിലും പോയി ചെയ്യും. അമേരിക്കയിൽ നിൽക്കുമ്പം പറയും ഞാൻ തന്നെ ആഫ്രിക്കയിലും പോയി ചെയ്യും. ഞാൻ തന്നെ അന്റാർട്ടിക്കയിലും പോയി ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കുവാൻ അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പരിമിതിയെ മറികടക്കുവാൻ ശക്തന്മാരായ അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുക. ഓരോ മുഖങ്ങളിലും, ഇതിനകത്തായിരിക്കുന്ന ഓരോ മുഖങ്ങളിലും ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ റോഡിൻ്റെ വശത്ത് കണ്ണും ചത്ത് നിൽക്കുന്ന ഓരോരുത്തരിലും ഞങ്ങൾ കാണുന്നത് ഇരട്ടി അഭിഷേകമുള്ള അഭിഷിക്തന്മാരെയാ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയും അവർക്ക് വേണ്ടി തന്നെയാ. ഞങ്ങൾ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അങ്ങനെ കണ്ണും ചീഞ്ഞു നിൽക്കുന്ന ഒരുത്തന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്കറിയാം, അതിലൊരുത്തൻ എഴുന്നേറ്റാൽ എലീശ ചെയ്തത് ചെയ്യും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആമേൻ. ഇരട്ടി പ്രാപിക്കുന്ന, അപ്പോൾ ആ ഇരട്ടിയുടെ അനുഭവം രാത്രി അഭിഷേകത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പകൽ നമ്മൾ കേട്ടത് ഭൗതികമായ ആത്മീയമായ നന്മകളെ കുറിച്ചാണ്. അതൊരു തെറ്റോ ശരിയോ എന്നുള്ള ആ ചിന്തയിലേക്കൊന്നും മുൻപോട്ട് പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. നിങ്ങൾക്ക് വായുണ്ടെങ്കിൽ വിശപ്പ്, അത് സത്യമാണ്, അത് ശരിയുമാണ്. ആമേൻ. വായുള്ളവർ ആഹാരത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വസ്ത്രം വേണ്ടവർ ആ വസ്ത്രത്തിനായി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കിതൊന്നും വേണ്ടെന്ന് പറയുന്നവർ അങ്ങനെ ഇരിക്കുക. വേണമെന്നുള്ളവർ പ്രാർത്ഥിക്കുക. തരുവാൻ കർത്താവ് കൂടെ. അപ്പോൾ ആ വർധനവിൽ നിന്ന് നിങ്ങളെ തടയുന്ന, ആ വർധനവിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ തടഞ്ഞ ആ അനുഭവങ്ങളെ ജയിക്കുവാൻ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകും. അതിനെ ജയിക്കുവാനുള്ള വഴി കർത്താവ് നമ്മോട് ഇന്ന് രാത്രി സംസാരിക്കും. അതിനു മുമ്പ് ആ ഇരട്ടി പങ്കിനെ കുറിച്ച് 1-2 ദൂതുകൾ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ
കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു ഭാഗത്ത് ആ ഇരട്ടിയെക്കുറിച്ച് മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഇരട്ടി ദൈവം ഇയ്യോബിന് കൊടുത്തു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഈ രാത്രിയിലും അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി എൻ്റെ ദൈവം തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയായി എൻ്റെ ദൈവം തരും. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാച് കവർന്നെടുത്തുവോ അതൊക്കെ ഇരട്ടിയായി എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ഓ സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇരട്ടിയായി എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. നഷ്ടപ്പെട്ടു പോയ കൃപയെ ഇരട്ടിയായി എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ ഇരട്ടിയായി എൻ്റെ ദൈവം ഇന്ന് രാത്രി ഓ ശാഖാറാധനെ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ. ഒരുപക്ഷേ ഇതിനകത്തായിരിക്കുന്നവർ പുറത്തുള്ളവരെ എനിക്കിങ്ങനെ നേരടിയായി കാണുവാൻ കഴിയത്തില്ലല്ലോ. നിങ്ങളെ കാണുവാൻ കഴിയുന്നത് കൊണ്ട് പറയട്ടെ, ഒരുപക്ഷേ ഇതിനകത്തായിരിക്കുന്നവർ തന്നെ നിങ്ങൾ ചിന്തിച്ചേക്കാം, നഷ്ടപ്പെട്ടത് തിരികെ വരുന്നത് അത് പോസിബിളാണോ, അത് സാധ്യമാണോ? വിജി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതിൽ നിന്ന് തൊട്ട് മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്കുള്ള തെളിവ് തന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം നിങ്ങൾ മരണം കേട്ടിട്ടുണ്ടോ? ആമേൻ. മരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു രാത്രി വിജി മരിക്കുന്നത് കണ്ടു. ആമേൻ. ഫെബ്രുവരി മാസത്തിൽ പ്രിയ മാതാവ് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ശ്വാസം കിട്ടാതെ BP ഒക്കെ ലോ ആയി ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ഞാനും മുത്തും വീട്ടിലുണ്ട്. രാത്രി വിജിയാണ് ആശുപത്രിയിൽ. വിളിച്ച് പറയുന്നു, ചേട്ടാ പ്രാർത്ഥിച്ചോ, അമ്മ നമ്മെ വിട്ട് പോകുവാൻ പോകുന്നു. രാത്രി ന്യൂമോണിയ പൊട്ടി ആ ബെഡിൽ കിടന്ന് ഉയരത്തിലേക്ക് എടുത്തെറിയുന്നത് പോലെ അകത്തുണ്ടായിരുന്ന നേഴ്സുമാരുടെ ആരുടെയും കയ്യിൽ നിൽക്കാതെ മരണവെപ്രാളപ്പെടുന്ന മാതാവ്. ഞാൻ ആ ശബ്ദം കേട്ടു, മരിക്കുന്നത് കാണുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദം. മരണം നിശ്ചയമായി ഞങ്ങൾ മുൻപിൽ കണ്ടതാ. ഇന്ന് 2023 ഈ അവസാന രാത്രിയിലിരിക്കുമ്പോഴും ആ അമ്മ ഞങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെയെങ്കിൽ മരണത്തിൽ നിന്ന് തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മരണത്തിൽ നിന്ന് തിരിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിജി പിന്നെയും പറഞ്ഞതാണ്, ഇതിനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾക്കൊപ്പം ആരാധിക്കുന്ന പ്രിയ ശശിയങ്കിളിനെ കുറിച്ച്, പ്രിയ സ്തോത്രം രാജമ്മ ആൻറ്റിയെ കുറിച്ച് ഒത്തിരി ഞാൻ വിവാഹം കഴിഞ്ഞ നാളുകൾ മുതൽ അവൾ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും പറയുന്നതിനേക്കാൾ അധികം കേട്ടിട്ടുള്ളത് ശശിയങ്കിളിനെ കുറിച്ചും രാജമ്മ ആൻറ്റിയെക്കുറിച്ചും പറയുന്നതാണ്. ആമേൻ. ഏറ്റവും അധികം ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും സ്നേഹമുള്ള ആൾക്കാരുണ്ടോ? അസൂയ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അവൾക്കുണ്ടായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഉള്ളവർക്കൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം എവിടെയോ നഷ്ടപ്പെട്ടു പോയതാ. ആമേൻ. നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ചായിരിക്കുന്നു. പ്രിയരെ, നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിലും വലിയൊരു തെളിവ് വേറെ തരുവാനില്ല. ആമേൻ. ഒപ്പം ഈ ആലയത്തിന് വേണ്ടി ഇറങ്ങിയ പ്രിയ ബേബി ആൻറ്റി അങ്കിൾ. ആമേൻ. മുമ്പൊക്കെ ബേബി ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ ഒരാൾ മാത്രമേ നോക്കത്തുള്ളൂ. ഇപ്പം 2 പേരായി നോക്കാം. ഇപ്പം കൺഫ്യൂഷനായി, ആർക്കാണ് സംശയമെന്ന്. ആമേൻ. പ്രിയരെ, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവത്തിനേ കഴിയത്തുള്ളൂ. താങ്ക് യു ലോർഡ്. നഷ്ടപ്പെട്ടു പോയതിനെ ജീവിതയാത്രയിൽ എന്നോ അറിയാതെ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ കുറിച്ചോർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭയ്ക്ക് മധ്യത്തിൽ നിന്ന് നിറഞ്ഞ സഭയുടെ മുൻപിൽ സാക്ഷ്യത്തിന് മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ടു പോയതിനെ, കഴിഞ്ഞ നാളുകളിൽ ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയതിനെ, നിനക്ക് വിലയേറിയതിനെ തിരികെ തരുവാൻ 2024 തിരികെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, നഷ്ടപ്പെട്ടു പോയതിനെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആര് ചാവാൻ പറഞ്ഞാലും ചത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടും സ്തോത്രം പ്രിയ രാമാൻറ്റി ചാവാതിരിക്കുന്നത് ശ്യാമിനെ തിരികെ കിട്ടും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും തിരികെ തരാൻ കഴിയുന്ന കർത്താവിന് അവനെ തിരികെ തരുവാനും കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും ചെയ്യുവാൻ കഴിയുന്ന കർത്താവിന് അവനെ തിരികെ തരുവാനും കഴിയും. അതുകൊണ്ടാണ് 3 ദിവസം കിടന്ന് ശ്വാസം മുട്ടി വലിക്കുക പാവം
യോന അകത്ത് കിടന്നേ, ചാവാനും പറ്റുന്നില്ല, ചാടി പുറത്തു വരാൻ. അയ്യോ, ഹല്ലേലൂയ. ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചു വരവുണ്ട്. താങ്ക് യു ലോർഡ്. ആമേൻ. ഈ കഷ്ടതയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണെങ്കിൽ ഒരു തിരിച്ചു വരവുണ്ട്. നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി, നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ, നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ അത് ഇരട്ടിയായി തിരികെ തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തീർന്നില്ല. 42:11 കൂടെ വായിച്ചു മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവിടെ യോബിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു വിഭാഗം യോബിന് പൊൻമോതിരവും പൊൻനാണയവും നൽകുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പൊൻമോതിരം, സ്വർണ്ണമോതിരം, അത് ആദരവാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്തായിരിക്കുന്ന എത്ര പേർക്ക് അറിയുമെന്നറിയത്തില്ല. മോതിരം ഇടുന്നത്, വള ഇടുന്നത്, അതൊരു ആദരവാണ്. ആമേൻ. നമുക്ക് വാച്ച് കെട്ടുന്നതാണ് ആദരവ്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആമേൻ. അതൊരു ആദരവാണ്. യോബിന് ദൈവം ആദരവ് നൽകി. ആരിലൂടെയാ? സ്തോത്രം. ഏകദേശം 3-ാം അധ്യായം കഴിയുമ്പോൾ മുതൽ യോബിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന 3-4 സ്നേഹിതന്മാർ. യോബിൻ്റെ ആവശ്യം എന്താ? ഒരാശ്വാസം. ആമേൻ. നമ്മൾ പലപ്പോഴും ഒരു ആശ്വാസം പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. വല്ലാത്ത പ്രശ്നത്തിലായിരിക്കും ഇരിക്കുന്നത്. ഈ പ്രശ്നത്തിലിരിക്കുന്നവരും പ്രശ്നത്തിലിരിക്കാത്തവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രശ്നത്തിലിരിക്കുന്നവൻ എന്തും പ്രശ്നമായിട്ടേ അവൻ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പ്രശ്നത്തിലല്ലാത്തവൻ എന്ത് കാര്യം കേട്ടാലും അവന് പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുമില്ല. ആമേൻ. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ ഒരാൾ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ ആ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് അത് മാനുഷികമാണ്, പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ കഴിയാറില്ല. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന മറുപടിയും നമുക്ക് കൊടുക്കുവാൻ കഴിയാതെ വരും. സ്വാഭാവികമായിട്ട് അവർക്ക് സങ്കടം ഉണ്ടാകും, നമുക്ക് സങ്കടം ഉണ്ടാകും. ആമേൻ. അപ്പോൾ യോബ് എന്ത് ചെയ്യുക? പ്രശ്നത്തിലായിരിക്കുക. യോബിന് ആശ്വാസം വേണം. ആശ്വാസം പ്രതീക്ഷിച്ച് യോബായിരിക്കുമ്പോൾ യോബുമാരും 4 കൂടെ വന്ന് അങ്ങ് ന്യായം പറയാനായിട്ട് തുടങ്ങി. ആമേൻ. യോബിനെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. യോബിനെ അങ്ങ് വലിച്ചു കീറാൻ തുടങ്ങി. പരസ്യമായിട്ട് അപമാനിക്കുവാനായിട്ട് തുടങ്ങി. അതേ പുള്ളികൾക്ക് വേണ്ടി 42:10 യോബ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. പരിഹസിച്ചവർ, നിന്ദിച്ചവർ, അപമാനിച്ചവർ യോബിന്റെ പ്രാർത്ഥനയെ ആദരിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ. ദേശം ചിലരുടെ പ്രാർത്ഥനയെ ആദരിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഓ, ഇതിനകത്തും പുറത്തും ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, 2024 നിങ്ങളുടെ പ്രാർത്ഥനയെ ചിലർ ആദരിക്കുവാൻ പോകുക. നിന്നെ നിന്ദിച്ച ചിലർ, നിന്നെ അപമാനിച്ച ചിലർ, നിന്നെ കളിയാക്കിയ ചിലർ, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ വിശ്വാസ ജീവിതത്തെ കളിയാക്കിയ ചിലർ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ആദരിക്കുവാൻ പോകും. ഓ, യേശുവിൻ നാമത്തിൽ. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൂതാണ്. ദേശത്തിൽ പ്രാർത്ഥിക്കുന്ന, ഇവിടെ മാത്രമല്ല ലൈവിലും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലരോട് അതേ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, നിങ്ങളുടെ ദേശത്തിലൊരു പ്രശ്നമുണ്ടായിട്ട് ആമേൻ, ഇന്ന് പലരും നിങ്ങളെ മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പലർക്കും പ്രശ്നം ഉണ്ടായ അവൾ അറിയരുത്, അവൻ അറിയരുത്. ആമേൻ. അറിഞ്ഞാൽ ഇപ്പം കയറി വരും പ്രാർത്ഥന എന്ന് പറഞ്ഞു. ആമേൻ. ഈ 2024 ആദ്യം നിങ്ങളെ അറിയിക്കണമെന്നൊരു വെപ്രാളം ഉണ്ടാകാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം നിങ്ങളോട് പറയണമെന്ന്. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയണമെന്ന്. പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിന്നോട് ഓ റാഥാന ശാഖാരാധനെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആദരവ്. ആമേൻ. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് സംഭവിക്കുമെന്ന് യോബിന് അറിയത്തില്ല, യോബിൻ്റെ സ്നേഹിതന്മാർക്കും അറിയത്തില്ല. പക്ഷേ ഇത് അറിയുന്ന ഒരാളുണ്ട്, പിശാച്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു ഇരട്ടിയുടെ അനുഭവം ഉണ്ടെന്ന് പിശാചിന് നന്നായി അറിയാം. നീ ആദരിക്കപ്പെടുമെന്ന്, നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് മാനിക്കപ്പെടുമെന്ന്, നീ തല നിവർത്തപ്പെടുമെന്ന്, എന്തിൻ്റെ പേര് ചൊല്ലിയാണോ, ഏത് വിശ്വാസത്തിൻ്റെ പേര് ചൊല്ലിയാണോ, എന്ത് പറഞ്ഞാണോ നിന്നെ കളിയാക്കിയത്, അവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും കളിയാക്കിയവർക്ക് അറിയത്തില്ലെങ്കിലും പിശാചിന് നല്ലതുപോലെ അറിയാം. ഹല്ലേലൂയ. അപ്പം പിശാച് എന്ത് ചെയ്യും?
ആമേൻ. അതറിഞ്ഞ പിശാച് എന്ത് ചെയ്യുക? അതറിഞ്ഞ പിശാച് നേരെ വണ്ടി പിടിച്ച് നേരെ സ്വർഗത്തിൽ അങ്ങ് പോയി. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ അപ്പോൾ കൗൺസിൽ നടക്കുക. എല്ലാ ദൂതന്മാരെയും വിളിച്ചു നിർത്തിയിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഇയ്യോബിനെ കണ്ടല്ലോ, അവൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം. ആമേൻ. അവൻ ഇപ്പോഴേ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഉസ് ദേശത്തിലൊന്നും അവനെ പോലെ ആരുമില്ല. കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ എനിക്കത് പോരാ. അവൻ ഇരട്ടി കൊടുത്തേ പറ്റത്തുള്ളൂ. അവൻ ആദരിക്കപ്പെടണം. ആമേൻ. അവൻ്റെ പണത്തിൻ്റെ പ്രൗഢി കൊണ്ട് മാത്രം അവൻ്റെ സ്നേഹിതന്മാർ അവനൊപ്പം നിന്നാൽ പോരാ. ദൂത അതാണ്. പലപ്പോഴും പലരും നമ്മോട് ചേർന്ന് നിൽക്കുന്നത് നമ്മിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മിൽ പലതും ഉള്ളത് കൊണ്ടോ അല്ല. പക്ഷെ കർത്താവ് പറയുന്ന അങ്ങനെ ആരും നമ്മോട് കൂടെ നിൽക്കണ്ട. ആമേൻ. നീ ഭക്തനായതുകൊണ്ട് നിന്റെ പ്രാർത്ഥന കണ്ട് നിന്നാൽ മതി, നിന്റെ ആത്മീയ ജീവിതം കണ്ട് നിന്നാൽ മതി, നിന്റെ വിശ്വാസ ജീവിതം യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, നിന്റെ വിശ്വാസ ജീവിതം കണ്ട് നിന്നാൽ മതി. അപ്പൊ കർത്താവ് പറയാ, ഇവനെ ആദരിക്കണം, ഇവനെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണം. അപ്പോഴത്തോണ്ടടാ പിശാചും ചാടി കയറി നേരെ അതിൻ്റെ അടുത്ത് 1:6 ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അതൊന്നും പറ്റത്തില്ല കർത്താവേ, അവൻ്റെ വേലി വിളിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പിശാചിനറിയാം ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ആമേൻ. പലപ്പോഴും വേലി പൊളിക്കുവാൻ നിൽക്കുന്ന പിശാചിനറിയാം നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നീ അറിയാത്തത് ചിലത് നിന്നിലൂടെ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ അറിയാത്ത ചിലത്, നീ സ്വപ്നം കാണാത്ത ചിലത് ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ ഷാഖാറാത്തിനെ നിന്നിലൂടെ ചെയ്യുവാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര പ്രവാചകന്മാർ ഇയ്യോബിൻ്റെ വീട്ടിൽ ക്യൂ നിന്നേനെ. ഇയ്യോബിനില്ലാത്ത പണവും ഇയ്യോബിനില്ലാത്ത അധികാരവും. ഇയ്യോബിന് ആരെയും വിളിച്ചേർത്ത് ചെയ്യിപ്പിക്കാം, പക്ഷെ കർത്താവ് പറയുന്നത് ഇയ്യോബ് തന്നെ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബിലൂടെ ചിലത് കർത്താവിന് ചെയ്യുവാനുണ്ട്. കാരണം ഇയ്യോബ് ആരാ? ഊസ് ദേശത്തിൽ അവനെ പോലെ പ്രഗത്ഭൻ പ്രശസ്തൻ വേറെ ആരുമില്ല. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരാരാ? അവനൊപ്പം ഉള്ളവന്മാരാ. ആമേൻ. അവിടെ കയറി സുവിശേഷം പറയണമെങ്കിൽ കെരീത്തിന്റെ ചൂട്ടിലിരിക്കുന്ന പാവപ്പെട്ട ഏലിയാവുമാർക്കൊന്നും പറ്റത്തില്ല. താങ്ക് യു ലോർഡ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ കയറി സുവിശേഷം പറയണമെങ്കിൽ, അങ്ങനെയുള്ള വീട്ടിൽ കയറണമെങ്കിൽ, അങ്ങനെയുള്ളവനെ മുട്ടുകുത്തിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്ത് പുറത്തിറക്കണമെങ്കിൽ സ്തോത്രം, സാധാരണക്കാരന് പറ്റത്തില്ല. അതിന് നീ തന്നെ ഷാറാഥേനെ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ പിശാച് എന്ത് ചെയ്യും? ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേലി പൊളിക്കും. ഈ പിശാച് എങ്ങനെയാ വേലി പൊളിച്ചു? വേലി എന്താ? ആ കൂട്ടായ്മ. തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, അതൊരു കൂട്ടായ്മയാണ്. ഇതൊന്നും ഇല്ലാത്തവൻ്റെ കാര്യം പോക്കാ. ആമേൻ. അത് ഇല്ലാതാക്കാൻ വേണ്ടി ആ പിശാച് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, മക്കളെ ഇല്ലാതാക്കുവാൻ, ഭർത്താവിനെ ഇല്ലാതാക്കുവാൻ, ഭാര്യയെ ഇല്ലാതാക്കുവാൻ, എന്നിട്ട് ഒറ്റയ്ക്ക് ലോലോ എന്ന് അലയുന്നവരാക്കി തീർക്കുവാൻ പിശാച് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, വേലി പൊളിക്കുന്ന പിശാചിനെ കൊണ്ട് ആ വേലി വിസ്താരത്തിൽ കെട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേലി പിശാച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ പിശാച് തകർത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവരെ പിശാച് നിന്നിൽ നിന്ന് അകറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ പിശാചിനെ കൊണ്ട് അവൻ ചേർത്ത് പണിയിക്കും. ഹല്ലേലൂയ. പൊളിച്ചെങ്കിൽ ഇരട്ടി വിസ്താരത്തിൽ എൻ്റെ ദൈവം പണിതു കൊടുക്കും. പൊളിച്ചിട്ടുണ്ടേ പണിയപ്പെടുന്നത് നിശ്ചയമാണ്. ആമേൻ. കൂട്ടായ്മയെ പൊളിച്ചു കളയുക. സ്തോത്രം. ഇയ്യോബിന്റെ ജീവിതത്തിൽ വേലി പൊളിച്ചപ്പോൾ സംഭവിച്ചത് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ഇയ്യോബിനെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക എന്നാ. ആമേൻ. ഒരാൾ തളർന്നിരിക്കുമ്പോൾ, ഒരാൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുക, അവനെ ബലപ്പെടുത്തുക, അവനെ ശക്തിപ്പെടുത്തുക. അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവനെ ശക്തിപ്പെടുത്തുക. കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇനിയും ചെയ്യുവാനുണ്ട്. നിന്നിലൂടെ കർത്താവിന് ഇനിയും ചെയ്യുവാനുണ്ട്. നിന്റെ ജീവിതം കർത്താവ് മാനിക്കും. കാരണം നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ഇയ്യോബിനെ പോലെ നീ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, നീതിമാനാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ആര് പറഞ്ഞെന്ന്? ആരും പറയണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരെങ്കിലും ഈ 11:45 കർത്താവിൻ്റെ സന്നിധി, നമ്മൾ മക്കളായോണ്ടല്ലേ അപ്പൻ്റെ സന്നിധിയിലിരിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ മക്കളായോണ്ടായിരിക്കുന്നേ. ഇന്നലെ രാത്രി 11:45 നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ നിങ്ങളുടെ വീട്ടിനകത്തായിരുന്നു. അത് നിങ്ങൾക്ക് സ്വന്തമായ സ്ഥലമായോണ്ടാ. അവൻ ഇന്ന് നമ്മളിങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മൾ അപ്പൻ്റെ മക്കളായതുകൊണ്ട് അപ്പൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. നമ്മൾ അപ്പൻ്റെ മക്കളെങ്കിൽ ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം എന്താ? കൂട്ടായ്മയെ പൊളിച്ചു കളയുക, കുടുംബത്തെ കലക്കി കളയുക, ഒറ്റപ്പെടുത്തി കളയുക. നോക്കൂ, അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ആരാ?
ഇയ്യോബിന്റെ ഭാര്യ പറയുക 2:9, നീ പോയി ചത്തുകളാ. ഞാൻ പോകാൻ പോയി, ഇനിയിപ്പോൾ നീ ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ച് നീ അനുഭവിക്കും, ദാഹിച്ച വെള്ളം കിട്ടാതെ നീ മരിക്കും, അതുകൊണ്ട് നീ പോയി ചത്തുകളാ. ഈ പോക്കം പറഞ്ഞിട്ട് പോകാനുള്ള കാര്യം മാത്രമേ പെണ്ണുമ്പിള്ളയ്ക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടെ കയറ്റി പറയുക, കൂട്ടായ്മയും കൂടെ പൊളിച്ചിട്ടേ പോവുള്ളൂ എന്നാ അവൾ പിശാചിന് കൊടുത്ത വാക്ക്. എന്താ? നീ ചാവണമെന്നൊന്നും എനിക്ക് വിഷയമല്ല, നീ ചാവും, പക്ഷെ അതിനുമുമ്പ് നീ ദൈവത്തെയും കൂടെ തള്ളിക്കള. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിശാചിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ കൂട്ടായ്മയെ തകർക്കുക എന്നുള്ളതാണ്. പിശാചിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. കാരണം പിശാചിന് കൂട്ടായ്മ തകർന്ന ആ ഇരട്ടിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ, വാഗ്ദത്തമൊക്കെ അവിടെ കിടക്കത്തേ ഉള്ളൂ. നീ പ്രാപിക്കുവാനുണ്ടെന്ന് പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പിശാച് നിന്റെ കൂട്ടായ്മയെ തകർക്കും. ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലും നിന്നും ആരിലെങ്കിലും കൂടെയല്ല, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ തന്നെ, നീ ഏറ്റവും സ്നേഹിക്കുന്നവരിലൂടെ, നീ ഏറ്റവും ചേർത്ത് പിടിക്കുന്നവരിലൂടെ, ആരെയാണോ നീ അധികം സ്നേഹിക്കുന്നത് അവരിലൂടെ തന്നെ പിശാച്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നോക്കി, ഇയ്യോബിന്റെ ഭാര്യ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ, ഇയ്യോബിന്റെ മക്കളെക്കാളും ഇയ്യോബിന്റെ ഭാര്യയെ സ്നേഹിച്ചു. കാരണം ഇയ്യോബിന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു പോയി. ദൈവം തിരികെ കൊടുത്തു, ഇരട്ടി കൊടുത്തു. പക്ഷേ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് പകരം ഇരട്ടി ഭാര്യമാരെയൊന്നും കൊടുത്തില്ല, ഇയ്യോബിന്റെ ഭാര്യയെ തന്നെ കൊടുത്ത. കാരണം ഇയ്യോബിന്റെ ഭാര്യ അത്ര സ്നേഹമാണ്. ആമേൻ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരോട് പിശാച് കൂട്ടായ്മയെ തകർക്കും. ഹല്ലേലൂയ. അപ്പോൾ യോബിനെ തകർത്ത് യോബ് പ്രാപിക്കുവാനുള്ള ഇരട്ടിയെ നഷ്ടപ്പെടുത്തി കളയുന്ന പൈശാചിക തന്ത്രം, 4 നിലകളിൽ ആ പൈശാചിക തന്ത്രം ഇന്നും വർക്ക് ചെയ്യുന്നു. വേഗത്തിൽ അതേക്കുറിച്ച് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പ്രാർത്ഥിച്ച് ഈ 2024 അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് അവിധത്തിൽ ചേർന്ന് നടക്കുവാൻ കഴിയാതെ തള്ളിക്കളയുന്ന, കൂട്ടായ്മ പൊളിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്? ഒന്നാമതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, അകലം വിട്ട് നടക്കുക. ആമേൻ. ചേർന്ന് നടക്കാതെ അകന്ന് നടന്നാൽ ആമേൻ കൂട്ടായ്മ പൊളിഞ്ഞു പോകും. ശ്രദ്ധിക്കണം, ദൈവവുമായുള്ള കൂട്ടായ്മ പൊളിഞ്ഞു പോകും. നമ്മളെപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടായാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടായാൽ നമ്മൾ ഉടനെ അവരോട് പറയും, നീ സൂക്ഷിച്ചോളണം, കൂട്ടൊക്കെ നല്ലത് തന്നെ, ഒരു അകലം വേണം, എല്ലാത്തിനും ഒരു അകലം വേണം. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു അകലം കീപ്പ് ചെയ്യുന്നവരാ. ശരിയാ, എല്ലാം വേണം, പക്ഷേ ഒരു അകലം എപ്പോഴും, ഈ അകലം വിട്ട് നടക്കുന്നത് വലിയ പ്രശ്നമാണ്. ആമേൻ. നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ ഒരുത്തൻ ദൂരവേ അനുഗമിച്ചു. ആരാ? പത്രോസ്. യേശു അങ്ങനെ മുമ്പേക്കോ അങ്ങ് ദൂരെ വന്നിരുന്നു. യേശുവിൻ്റെ പ്രിയ ശിഷ്യനാണ്, യേശുവിൻ്റെ ഭയങ്കര സ്നേഹം, വിട്ടിട്ട് പോകത്തൊന്നുമില്ല, പക്ഷേ അടുത്ത് പോകത്തില്ല, അല്പം ദൂരെ. ആമേൻ. ഫലമോ 14:71 പറയുന്നു, തള്ളിപ്പറഞ്ഞു. ആമേൻ. അകന്ന് നിൽക്കുന്നവർ തള്ളിപ്പറയും. പത്രോസാ തള്ളിപ്പറഞ്ഞു. പത്രോസ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവ് സഭ പണിയുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത അടിസ്ഥാനമാണ്, ആ പില്ലർ തന്നെ തള്ളിക്കളഞ്ഞിട്ട്, അത് ഒരു ബാല്യക്കാരിയുടെ അടുത്ത് പോയിട്ട് പറയാൻ, നിനക്ക് വല്ല അസുഖം ഉണ്ടോ കൊച്ചേ? ഞാൻ പിന്നെ ആ യഹൂദൻ്റെ പുറകെയൊക്കെ നടക്കാൻ പോവുകയല്ലേ, അവനേ വട്ടാണ്, അവൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു, അവൻ്റെ പിന്നാലെ ഞാൻ നടക്കുവാൻ പോവുകയല്ലേ. തള്ളിപ്പറയുക മാത്രമല്ല, 21:3 യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ തള്ളിപ്പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയി. മീൻസ് പഴയ പണിക്ക് പോയി. ആമേൻ. അകലം വിട്ട് നടന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ കർത്താവിനൊപ്പമാണെങ്കിൽ ഏറ്റവും ചേർന്ന് നടക്കണം. ആമേൻ. ആരെ പോലെ? പത്രോസിനെ പോലെയല്ല. പത്രോസ് തന്നെ ആ കിടിലം നല്ലതാ, പക്ഷേ യോഹന്നാനെ പോലെ നടക്കണം. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ മാറോട് ചേർന്നിരുന്ന ശിഷ്യനാ. യേശുവിൻ്റെ ഹൃദയം ടിക് 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 എന്നിടിക്കുന്ന ശബ്ദം ആദ്യം എത്തിയത് യോഹന്നാന്റെ ചുവട്ടിൽ. അത്ര ചേർന്നിരുന്നു. ക്രൂശിൻ്റെ ചുവട്ടിലും ഈ യോഹന്നാൻ വിട്ടുമാറിയതേയില്ല. ക്രൂശിൻ്റെ ചുവട്ടിലും യോഹന്നാനുണ്ട്. നോക്കൂ, രക്തസാക്ഷിത്വം നല്ല കാര്യമാണ്, അവിടെ നിൽക്കട്ടെ. 11 ശിഷ്യന്മാരിൽ ഒരുത്തൻ സ്വന്തം ഗുണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, ബാക്കി 10 പേരും മരണപ്പെട്ടു. അതിനുശേഷവും AD 90 യോഹന്നാനുണ്ട്. ആമേൻ. യോഹന്നാൻ ആരാ? ചേർന്നിരുന്ന യോഹന്നാൻ, ഏറ്റവും ചേർന്നിരുന്ന യോഹന്നാൻ. കൂടെയുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു പോയിട്ടും പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഇരിക്കുമ്പോൾ യേശു ഇറങ്ങി വരിക. ഓ താങ്ക് യു ലോർഡ്. എന്തിനാ? അതുവരെ ആരും കണ്ടിട്ടില്ലാത്തതുപോലെ തന്നെ കാണിക്കുവാൻ മഹാദൈവമായി. ഓ താങ്ക് യു ലോർഡ്. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായല്ല, രോഗം സൗഖ്യമാക്കുന്ന ദൈവമായിട്ടല്ല, കുഷ്ഠരോഗം മാറ്റുന്ന ദൈവമായിട്ടല്ല, ഈ സകല പ്രപഞ്ചത്തെയും അണ്ടകടാകങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ
മഹാദൈവമായി നീ ചേർന്ന് നടക്കുമെങ്കിൽ ഹല്ലേലൂയ, ആ സഭയെ മുൻപോട്ട് നടത്തുവാൻ സഭയുടെ പ്രത്യാശയായി വെളിപ്പാട് യോഹന്നാന്റെ കയ്യിൽ വെച്ച് കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇത് ശരിക്കും കിട്ടേണ്ടത് പത്രോസിൻ്റെ അല്ല. കാരണം പത്രോസിനെ ആ സഭ പണിയാൻ ഏൽപ്പിച്ചേ. അപ്പോൾ പത്രോസിൻ്റെ കയ്യിൽ ഇതിരുന്ന എളുപ്പമാണ്. പക്ഷേ യേശു പറയുന്നേ നല്ലത് ചേർന്നിരിക്കുന്നവനെ തരത്തുള്ളൂ. താങ്ക് യു ലോർഡ്. വെളിപ്പാട് ചേർന്നിരിക്കുന്നവരുള്ളതാ. ഓ താങ്ക് യു ലോർഡ്. ചേർന്നിരിക്കുന്നവനിലൂടെ തകർന്നു പോയതൊക്കെ പണിതുയർത്തപ്പെടും. സഭകൾ പണിതുയർത്തപ്പെടും. പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്ന ദേശങ്ങൾ, പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്ന ദേശങ്ങൾ ചേർന്നിരിക്കുന്നവരിലൂടെ പിടിച്ചെടുക്കപ്പെടും. ഹല്ലേലൂയ. നോക്കിയേ, യോഹന്നാൻ 15:4 പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയത്തേയില്ല. യേശുവിനൊപ്പം ചേർന്നിരുന്നിട്ടല്ല. പ്രിയരെ, ഈ 2024 നമ്മൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാ. നമ്മളെല്ലാവരും യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാ. പലരും പല നിലയിലായിരിക്കാം ഇറങ്ങി തിരിച്ച. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ബോധ്യം വേണം. ഞാൻ യേശുവിൻ്റെ അടുത്ത്, ഏറ്റവും ചേർന്ന്, എനിക്ക് എൻ്റെ യേശുവിന് മധ്യത്തിൽ ഒരു നൂൽക്കനം പോലും വിടവില്ലാതെ ഞാൻ എൻ്റെ യേശുവിനോട് ചേർന്നിരിക്കും. ഞാൻ എൻ്റെ യേശുവിൻ്റെ മാറോട് പറ്റിച്ച്, ഓ ഷാഖാറാത്തരെ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ നമ്മുടെ ആവശ്യമാകട്ടോ. പക്ഷെ എങ്കിലും ഒരു കാര്യം പറയട്ടെ, അകലം വിട്ട് നടന്ന, പഴയ പണിക്ക് പോയ, പരാജയപ്പെട്ടു പോയ ആ പത്രോസിനെ തേടി യേശു പോയി. യോഹന്നാൻ സുവിശേഷം 21:11 153 മുഴുത്ത മീൻകൂട്ടത്തെ നൽകിക്കൊണ്ട് യേശു പിന്നെയും വിളിച്ചു പറഞ്ഞു, അതെ, നീ പോയാലും ഞാൻ നിന്നെ വിട്ട് കളയത്തില്ല. ആമേൻ. ഇനി നീ എന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അകന്നു പോയ ചിലതിനെ തേടി എൻ്റെ യേശു പോകും. യേശുവിൻ നാമത്തിൽ, യേശുവിൽ നിന്ന് അകന്നു പോയ ചിലതിനെ തേടി, യേശുവിൽ നിന്ന് അകലം വിട്ട് നടക്കുന്ന ചിലതിനെ തേടി എൻ്റെ യേശു പോകുക. ഇന്നലകളെക്കാൾ അധികം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകന്ന് നിൽക്കുന്നതിനെ തേടി. ആമേൻ. നോക്കൂ, രണ്ടാമതായി ആ വർധനവ്, ആ അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിനുള്ള തടസ്സം, നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി നടക്കുന്ന ഒരു അനുഭവം ഭക്തരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ലോത്ത് സോദോം ഗോമോറ എന്ന പട്ടണം കണ്ടു. നീരോട്ടമുള്ള, പച്ചപ്പുള്ള, മനോഹരമായൊരു പട്ടണം, ആരുടെ കണ്ണിനും കൊതി തോന്നുന്ന ഒരു പട്ടണം കണ്ടു. 19-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം പറയുന്നു, ആ പട്ടണം മുഴുവൻ നശിച്ചു. പ്രിയരെ, ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കണ്ണിന് ഈ ലോകത്തിൽ എന്തൊക്കെ നല്ലതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇന്നലകൾ കണ്ടിട്ടുണ്ടോ, അതെല്ലാം നശിച്ചു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തൊക്കെ പ്രൗഢമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുതെന്ന്, ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ, അതെല്ലാം നശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത് കാണും. കാരണം സ്തോത്രം, ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്നതിന് നിലനിൽപ്പില്ല. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മെ പലതും മോഹിപ്പിക്കും പ്രിയരെ, അതിനൊരു സമയം വരെ ആയുസുള്ളൂ. എവിടെ നിന്നാ? ഉയരത്തിൽ നിന്ന് തീ വീണ് അത് നശിച്ചു പോയി. അത് നശിച്ചു പോയത് മാത്രമല്ല ഏറ്റവും സങ്കടം, അതിന് ലോകത്തിൻ്റെ പിന്നാലെ പോയ. ഇന്ന് രാത്രി ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയരെ, ലോകമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ലോകത്തിലുള്ളതാണ് വലുതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, അത് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അതേ, ലോത്ത് മ്ലേച്ഛതയുടെ പിതാവായി തീർന്നു. ലോത്തിൻ്റെ മക്കൾ മ്ലേച്ഛതയുടെ മാതാവുമാരായി മാറി. ആമേൻ. എവിടെയാണ് മ്ലേച്ഛത? എവിടെയാണ് ഏറ്റവും മോശം പാപ സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരുന്നത്? ലോകമോഹങ്ങൾക്ക് പിന്നാലെ കുടുങ്ങി കിടക്കുന്ന സ്ഥാനത്ത്. ആമേൻ, ഹല്ലേലൂയ. മദ്യം മോഹിപ്പിക്കും, ഫലമോ? കുടുംബങ്ങൾ തകരും, സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ ദൂരം ഞങ്ങളത് കാണും. മദ്യപിച്ച്, സ്തോത്രം, ലഹരി പിടിച്ച് ബോധമില്ലാതെ റോട്ടിൽ കൂടെ തേര പാര പോകുന്ന ഒത്തിരി പിള്ളേരെ ഞങ്ങൾ കാണും. അപ്പോൾ ആ പിള്ളേർക്ക് വേണ്ടി വീട്ടിലിരുന്ന് കരയുന്ന മാതാപിതാക്കളുടെ കരച്ചിലിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയരേ, ഈ ലോകം മദ്യത്വം തന്ന് നമ്മളെ മാടി വിളിക്കും,
മയക്കുമരുന്നിൻ്റെ പിന്നാലെ നമ്മളെ മാടി വിളിക്കും. പല പല ശീലങ്ങളുടെയും സ്വഭാവങ്ങളുടെയും കൂട്ടുകെട്ടുകളുടെയും പിന്നാലെ നമ്മെ വിളിക്കും. തിരിച്ചറിയുക, അത് തീ വീണ് നശിക്കും. മ്ലേച്ഛതയുടെ പിതാക്കന്മാരായി നമ്മൾ മാറും. മ്ലേച്ഛതയുടെ മാതാവുമാരായി നമ്മൾ മാറും. അതുകൊണ്ട് ലോകം പലതും കാട്ടി നമ്മെ വിളിക്കുമ്പോൾ അതിന് പിന്നാലെ പോകരുതേ. യേശുവിനോട് ഏറ്റവും ചേർന്ന് നട. ഇരട്ടിയുടെ അനുഭവം എൻ്റെ കർത്താവ് നിനക്ക് തരും. ആദരവ് തരും. നിന്നെ ദേശത്തിൽ മാനിക്കും, നിന്നെ കുടുംബത്തിൽ മാനിക്കും. എവിടേക്ക് നീ കൊള്ളാത്തവനെന്ന്, എവിടേക്ക് നീ കൊള്ളാത്തവളെന്ന്, എവിടേക്ക് നീ ആർക്കും വേണ്ടാത്തവളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടോ അവിടെ ഒക്കെ എൻ്റെ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. 3, പിന്നിലുള്ള നിക്ഷേപങ്ങളിലേക്ക്, പിന്നിലുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട്. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, പിന്നിലുള്ളത് മറന്നതുകൊണ്ട് മുൻപിലുള്ളതിനായി പരമവിളിയുടെ ലാക്കിലേക്കായി ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. അവിടെ നിന്ന് ഒരു ഓട്ടം ഉണ്ടായി. എവിടെ നിന്ന്? സോദോം ഗോമോറയിൽ നിന്ന്. അപ്പോഴാണ് ഒരുത്തിക്കൊരു ചിന്ത, ഒന്നുകൂടെ പിന്നിലേക്ക് നോക്കിയാലോ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ഛർദ്ദിച്ചത് തന്നെ ആയിരിക്കണം. ആമേൻ. ഇന്ന് ഇതിനകത്തായിരിക്കുമ്പോൾ ലൈവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. പിതാക്കന്മാർക്ക് തുല്യമായ, മാതാക്കന്മാർക്ക് തുല്യമായ, സഹോദരന്മാർക്ക് തുല്യമായ, മക്കൾക്ക് തുല്യമായ ഇതിനകത്തുമുണ്ട്. വിളിച്ചു പറയട്ടെ, ഉപേക്ഷിച്ചത് തന്നെ ആയിരിക്കണം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒന്ന് വേണ്ട എന്ന് നീ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, ഛർദ്ദിക്ക് തിരിയുന്നത് മനുഷ്യനല്ല, നായയാണ്. തിരിച്ചറിയുക, നീ വേണ്ട എന്ന് വെച്ചത് അത് വേണ്ട തന്നെയാണ്. തിരിഞ്ഞു പോകുവാനുള്ളതല്ല. അതിനെ വിട്ടുകളഞ്ഞ് നീ മുൻപോട്ട് പോ. ഈ 2024 നിന്റെ ജീവിതത്തെ എൻ്റെ യേശു മാറ്റും. ഹല്ലേലൂയ. അതിനെ ഒന്ന് തിരിച്ചു പിടിക്കരുത്. 2023 നീ വിട്ടുകളയുവാൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കത് വേണ്ട, എനിക്ക് ആ ശീലം വേണ്ട, എനിക്ക് ആ സ്വഭാവം വേണ്ട, എനിക്ക് ആ ബന്ധം വേണ്ട, എനിക്ക് ആ കൂട്ടുകെട്ട് വേണ്ട, എനിക്ക് ആ ഫോണോഗ്രാഫിക്ക് അഡിക്റ്റായി ജീവിക്കേണ്ട, എനിക്ക് ഗെയിം അഡിക്റ്റായി ജീവിക്കേണ്ട, എനിക്ക് മദ്യപാനിയായി ജീവിക്കേണ്ട, എനിക്ക് ലോകപ്രകാരം ജീവിക്കേണ്ട, എനിക്ക് കൊള്ളരുതാത്തവനായി ജീവിക്കേണ്ട. നീ തീരുമാനമെടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, ഈ തീരുമാനമാണ് ദൈവത്തോട് നിന്നെ ചേർത്ത് നിർത്തുന്നത്. അവൻ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ 19:26 ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, അവൾ ഉപ്പ് തൂണായി ഇപ്പോഴും നിപ്പുണ്ട്. ആമേൻ. ദേശത്തിൽ അങ്ങനെ ഒരുപാട് ഉപ്പ് തൂണുകളുണ്ട്. തിരിഞ്ഞു പോയി നശിച്ചു പോയത്. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, സമയം തീരുന്നു. അതേ ദൈവഹിതമല്ലാത്ത സമ്പത്തിന് പിന്നാലെ പോകുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവഹിതമല്ലാത്ത സമ്പത്തിന് പിന്നാലെ ഓടുന്നവരായി നമ്മൾ മാറരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടത് ദൈവം തരും. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നയമാൻ കൊണ്ടുവന്ന സമ്പത്തിന് പിന്നാലെ ഓടി ഗേഹസി കുഷ്ഠരോഗിയായി മാറിയ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അർഹതയില്ലാത്ത സമ്പത്തിന് പിന്നാലെ പോകരുത്. അർഹതയില്ലാത്ത നന്മകൾക്ക് പിന്നാലെ പോകരുത്. അർഹതയില്ലാത്തതൊന്നിന് പിന്നാലെയും എനിക്കും നിങ്ങൾക്കും അർഹതപ്പെട്ടതിന് പിന്നാലെ അല്ലാതെ അർഹതപ്പെട്ടത് എൻ്റെ ദൈവം തരും. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ഈ രാത്രിയിലും ഈ സ്തോത്രം 2023 അവസാന രാത്രിയിലും നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത്, നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് കൊള്ളാകുന്നത് എൻ്റെ ദൈവം തരും. അത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.